മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നല്ല സാധനങ്ങൾ, അല്ലാതെ പൊട്ടിയ സാധനങ്ങളൊന്നും അവർ കൊടുക്കില്ല. നല്ല സാധനങ്ങൾ, ചെറിയ എന്തെങ്കിലും സ്ക്രാച്ച് ആണെങ്കിൽ കൂടി അവർ പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളത് കാണുന്നില്ല അറിയുന്നതുകൊണ്ട് എനിക്ക് 2 ലൈറ്റ് തന്നു. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. You're welcome. താങ്ക്സ് a lot. And have a nice Happy birthday dear. Happy birthday. ഏതോ നല്ല ബാർബർ ഉണ്ട് ഇവിടെ, നല്ല സ്പൈക്കാക്കി വെച്ചിട്ടുണ്ട്. ഹായ്, നമ്മളെ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ഏരിയയിലുള്ള ഫേസ്ബുക്കിൽ ഒരു സാധനം ഒഴിവാക്കാനുണ്ടെന്ന്, ഒഴിവാക്കാന്നല്ല പറയാ, കൊടുക്കാനുണ്ടെന്ന്, ഗിവ് അവേ ഉണ്ടെന്ന് ഫേസ്ബുക്കിൽ കണ്ടു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നോർവേയിൽ സാധനങ്ങൾ, സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ അങ്ങനെ വെറുതെ എറിഞ്ഞ് കളയില്ല, മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നല്ല സാധനങ്ങൾ, അല്ലാതെ പൊട്ടിയ സാധനങ്ങളൊന്നും അവർ കൊടുക്കില്ല. നല്ല സാധനങ്ങൾ, ചെറിയ എന്തെങ്കിലും സ്ക്രാച്ച് ആണെങ്കിൽ കൂടി അവർ പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളത് കാണുന്നില്ല, അതുപോലെ അവർ പറഞ്ഞിട്ടൊക്കെ തരുള്ളൂ. അപ്പം നല്ല സാധനങ്ങളാണ്. ഇപ്പം എന്തോ ഒരു സാധനം കണ്ടു, അത് നമ്മളെല്ലാവരും കൂടി പൊക്കി കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ ഏതോ ഒരു ഫ്ലാറ്റിലാണ് സാധനം ഉള്ളത്. ഫ്ലാറ്റിൻ്റെ നമ്പർ എത്ര? ആ സ്ട്രീറ്റിൽ എവിടെയോ ആണ്. നമുക്കൊന്ന് പോയിട്ട് സാധനം എടുത്ത് വരാം കേട്ടോ. ആ കാഴ്ച കാണുന്നത് എനിക്ക് ആദ്യമായിട്ടാണ്, അപ്പോൾ അതൊന്ന് കാണാൻ വിചാരിച്ചിട്ട് ഞാൻ പോകുന്നത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്താ സാധനം എന്നൊക്കെ ഉള്ളത് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട, ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടു. ഇതാണ് നമ്മൾ താമസിക്കുന്ന റൂം. ഇത് നമ്മുടെ റൂംമേറ്റാണ്. ഇന്നലെ പരിചയപ്പെടുത്തിയില്ലല്ലോ, ഒന്ന് പേര് പറഞ്ഞേ. വിനോദ്. നാട്ടിൽ കൊല്ലം. ഓക്കെ, നമ്മൾ ഇന്നലെ വീഡിയോ എടുക്കുമ്പോൾ പുള്ളി ഇല്ല, പിന്നെ വന്ന്, അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തുക. അപ്പോൾ ഇവർ താമസിക്കുന്ന 4th ഫ്ലോറിലാണ്. നടക്കാം. ഒരു ഫ്ലാറ്റിൽ പോയേക്കാം. ഇവിടെ എങ്ങനെയാണ് ഫേസ്ബുക്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കും. നമുക്കിപ്പോൾ സാധനങ്ങൾ എന്തെങ്കിലും റൂമിൽ നിന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ആവശ്യക്കാർ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. ആദ്യം ആര് പോകുന്നു അവർക്ക് ആ സാധനം കൊടുക്കും ഫ്രീ ആയിട്ട്. അപ്പോൾ നമുക്കത് പോയി എടുത്തു വരാം. വരുന്നില്ലേ? ഇവിടുത്തെ ടാക്സിയാണ്, ഓസ്ലോ ടാക്സി, നോർത്ത് ഈസ്റ്റ് ടാക്സി ഓസ്ലോ. ഇത് തൊട്ടടുത്താന്ന് പറഞ്ഞിട്ട് കുറേ ദൂരമെല്ലാം നടക്കുന്നു. ഇത് ഹെവി ആണെങ്കിൽ എങ്ങനെ കൊണ്ടുപോകും? 4 ഭാഗം പിടിച്ച് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ 4 മല്ലന്മാർ സാധനം എടുക്കാൻ പോവാണ്. ഇതാണ് സ്ഥലം, നമ്പർ 18. ലോറൻ വെയിനോ ലോറൻ മാക്കനോ എന്താണ്, എന്തേ വഴി മനസ്സിലാവാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വഴിക്കാണ്. നമ്മളിതിൻ്റെ പുറകിൽ പോയിട്ട് കുറേ നേരം ട്രൈ ചെയ്യുന്നു. ഫൈനലി നമ്മൾ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാ അവിടുത്തെ ബാൽക്കണിയിലാണ് സാധനം ഉള്ളത്. പോയി നോക്കാം. ആ സൈക്കിള് വിൽക്കാനുള്ള, ആ സൈക്കിള് കൊടുക്കാനുള്ള. കൂട്ടൊക്കെ പോയി. ആ സൈക്കിള് കൊടുക്കാനുള്ള ചെയറുണ്ട്, ഗ്ലാസ് ഉണ്ട്. ബുക്കുണ്ട്. ആ ബ്ലൂ നല്ല രസമുണ്ടല്ലോ. അല്ലോ ഇത് നല്ല ഹെവിയാണ്. ഓ ഫ്ലവർ പോട്ടാ.
ആ ടൈല് ഊരി എടുത്തിട്ട് ഹായ് Hi. യുവർ നെയിം Veronica. വെറോണിക്ക. Yeah. നമ്മൾ പുള്ളിക്കാരുടെ വീട്ടിലാണ് സാധനങ്ങൾ എടുക്കാൻ വന്നത്. ഫേസ്ബുക്കിൽ ആഡ് കണ്ടിട്ട് വന്നതാണ്. ആക്ച്വലി ഈ സാധനങ്ങൾ കുറേ പോയി സ്കേറ്റ് ബോർഡ്, സ്കൂട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇപ്പോൾ കുറേ സാധനങ്ങളുണ്ട്, പക്ഷെ ഇതൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് തൽക്കാലം എടുക്കുന്നില്ല. പുള്ളിക്കാരി ഞാൻ സൈക്ലിസ്റ്റാണെന്ന് അറിയുന്നതുകൊണ്ട് എനിക്ക് 2 ലൈറ്റ് തന്നു. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. You're welcome. താങ്ക്സ് എ ലോട്ട്. And Okay. have a nice ride. to Yeah, London. thank you so much. Okay, bye. Okay, bye. Bye. അപ്പോൾ Okay, cool. നിങ്ങളെ മുഖമൊന്നും ഒരു സന്തോഷമില്ലല്ലോ. ഇന്നെൻ്റെ 2ാമത്തെ ദിവസമാണ് ഓസ്ലോയിൽ. ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ ടീമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ചുണക്കുട്ടികളായിട്ടുള്ള ഇന്ത്യക്കാരാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 30-30 പേരുണ്ട്. ഞാൻ അവരെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ജോജി ബ്രോ പറഞ്ഞായിരുന്നു ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സാജൻ ബ്രോ പറഞ്ഞു ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും കാണാൻ പറ്റും. അങ്ങനെ വന്നതാണ്. കളിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഗ്രൗണ്ടിൽ കളിക്കണം. എന്ത് രസമാണ്, കാണുമ്പോൾ തന്നെ കളിക്കാൻ കൊതിയാവുന്നു. ഫുൾ ആർട്ടിഫിഷ്യലാണ്, പക്ഷേ ഭയങ്കര ഒരു രക്ഷയില്ല. പൊളി വൈബാ. ഒരു ടീമിൽ എനിക്ക് തോന്നുന്നു 30-30 പേരുണ്ട്. ഒരു ടീമിൽ 15 ആൾ വെച്ച് കളിക്കുന്നത്. അത്രയും വലിയ ഗ്രൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ടീമിൽ 15 ആളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. മഴ പെയ്യുന്നുണ്ട്. മഴയൊന്നും ഒരു വിഷയമല്ല കളിക്കുന്നതിന്. കളി കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. ഏതായാലും ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഷെൽട്ടറൊന്നുമില്ല. ഇവിടെ ഷെൽട്ടറില്ല. ഒന്ന് കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയില്ലല്ലോ, ഒന്ന് പേര് പറഞ്ഞു. ഹായ് ഗൈസ്, എൻ്റെ പേര് ജിസൺ. ഞാൻ ഇവിടെ നോർവേയിൽ വർക്ക് ചെയ്യുന്നു, IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. നാട്ടിലെവിടെയാ? നാട്ടിൽ ശരിക്കും നാട് നിലമ്പൂരാണ്, എറണാകുളത്ത് സെറ്റിൽഡ് ആണ്. ഇവിടെ ഫാമിലി ആയിട്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്ന് പരിചയപ്പെട്ടു. കളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വരുന്നുണ്ട്. ആർക്കും എന്നെ മനസ്സിലായിട്ടില്ല. നോക്കട്ടെ. ഹായ്. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഈ ലുക്കിൽ കണ്ടിട്ട്. പേരും ഒന്ന് സ്ഥലവും ഒന്ന് എൻ്റെ പറയാം. പേര് അമീൻ. ഞാൻ നാട്ടിൽ മലപ്പുറം. മലപ്പുറത്ത് എവിടെ? മലപ്പുറത്തെ എടപ്പാൾ എന്ന് പറയും. എടപ്പാള്, നമ്മുടെ ഫോറം മോളിന്റെ ഒക്കെ അടുത്തായിട്ട്. അതിനൊക്കെ അവിടുത്തെ അടുത്തായിട്ട്. സിദ്ദിഖ് ഭായും തലത് ഭായും ഒക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആണ്. എൻ്റെ പേര് രഞ്ജു, കൊല്ലം ഷൂർനാട്. ഷൂർനാട് സ്ഥലം കേട്ടിട്ടുണ്ട്. പിന്നെ ഷൂർനാട് ഒരു ഫേമസ് സ്ഥലമാണ്. രഞ്ജു ഒക്കെ അവിടെയാണ്. ഞാനാണ് പേര് ഷിജോ, എറണാകുളത്ത് ചോറ്റാനിക്കര. ഞാൻ അബി, കൊച്ചി. ഇവിടെ പിന്നെ എന്ത് ചെയ്യുന്നു നോക്കുന്നില്ല, എല്ലാരും IT ആണ് എന്ന് വിചാരിക്കുന്നു.
നോർത്ത് ഇന്ത്യൻസും ഉണ്ടല്ലേ? ആ തമിഴ് നേരത്തെ കഴിഞ്ഞെടുത്തു. ഹായ്. ഹായ്. യുവർ നെയിം? സാജ്. യു ഫ്രോം? I'm from Thrissur. തൃശ്ശൂർ. ഓ മലയാളിയാണ്. ഓക്കെ. Hi. Myself Dar. I'm from Odisha. ഒറീസ. അബ്ദുള്ള മലപ്പുറം. മലപ്പുറത്ത് എവിടെ? വളക്കുളത്തൂര്. വളക്കുളത്തൂര്. വളാഞ്ചേരി. വളാഞ്ചേരിയാ? പെരിന്തൽമണ്ണ. ഓക്കെ. എൻ്റെ പേര് അർജുൻ, ഞാൻ കോട്ടയത്ത്. കോട്ടയം. ഓക്കെ. എല്ലാവരും റിഫ്രഷ്മെന്റ് പരിപാടിയിലല്ലേ? വയനാട്ടുകാരുടെ വയനാട്ടുകാർ ഒന്ന് പേരൊന്ന് പറഞ്ഞേ. വയനാട്ടിൽ വയനാട്ടിലെവിടെ? വയനാട് വീടിയാണോ? ആ മാനന്തവാടി. മാനന്തവാടി. ഓക്കെ. ഐ തിങ്ക് എവരിബഡി എല്ലാവരും കളി കഴിഞ്ഞ് റിഫ്രഷ്മെന്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് വിശദമായിട്ട് പരിചയപ്പെട്ടു കേട്ടോ. Once again, sorry. Happy birthday. Thank you so much. Don't do normally. To you. Happy birthday to you. Happy birthday dear. Happy birthday. കുതിര ഫാം ഇതാ നല്ല ഒടുക്കത്തെ മണം. കുറേ കുതിര ഉണ്ട്. സാധാരണ ഒന്നും രണ്ടിനൊക്കെ കാണുള്ളൂ. ഇതിപ്പോൾ കുറേ എണ്ണുണ്ട്. നല്ല മൊഞ്ചാക്കി വെച്ചിട്ടുണ്ടല്ലോ മുടിയൊക്കെ വെട്ടിയിട്ട്. ഹലോ ഹായ്. എന്തൊരു മിണ്ടാട്ടില്ലാത്ത? ഒരു കുറേ ഉണ്ട്. ഒരു വൈറ്റതാ എല്ലാവരും തിന്നുന്ന തിരക്കില്ല. ഇതിന് മുടി കട്ട് ചെയ്ത് വെച്ച് നോക്ക്. സ്പൈക്കാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഏതോ നല്ല ബാർബർ ഉണ്ട് ഇവിടെ. നല്ല സ്പൈക്കാക്കി വെച്ചിട്ടുണ്ട്. ഹലോ എന്നെ മുടി നോക്ക്. ഇവരൊക്കെ നിന്നുറങ്ങാൻ തോന്നുന്നു. റെസ്പോൺസ് ഒന്നുമില്ലല്ലോ. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഒന്നെങ്കിൽ നമ്മളെ കണ്ടാൽ അങ്ങോട്ട് പോയി കളയും ഇത്, അല്ലെങ്കിൽ അടുത്ത് വരും. ഇത് രണ്ടും ഇല്ല. എൻ്റെ കാൽമലൊക്കെ കണ്ട. ഓക്കെ നമുക്ക് പോവാം. ഞാൻ ഈ വഴിക്ക് ഇങ്ങനെ Turn right onto Alaus Fjordofts Way, then turn left onto Fjellstuveien. നമ്മുടെ സാജൻ ബ്രോൻ്റെ വീട്ടിലേക്ക് പോവാണ്. പുള്ളി ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. ഒരു തനി നാടൻ പ്ലേസ്. നോർവേൻ്റെ ഓസ്ലോയിലുള്ള സ്ഥലമാണ്. പക്ഷെ ഒരു വില്ലേജ്. ഇതൊക്കെയാണ് നോർവേ എന്ന് പറഞ്ഞാൽ. നോർവേ എന്ന് പറഞ്ഞാൽ ഐസുള്ള സമയത്ത് വന്നാൽ ഇവിടെ മൊത്തം വെള്ള നിറമായിരിക്കും. വെള്ള വിരിച്ച മാതിരി ഉണ്ടാവും. ഇനി അങ്ങോട്ട് കുറച്ച് കാലം നല്ല അടിപൊളിയായിരിക്കും. പിന്നെ വന്ന വഴി ഇതാണ്. ഇനി അങ്ങോട്ട് പോകേണ്ടത്. സാജൻ ബ്രോൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. കുന്നും മലയൊക്കെ കയറി. പക്ഷേ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ബ്യൂട്ടിഫുള്ളാണ്. ഫുഡ് കഴിച്ചിട്ട് കാണിച്ചു തരാം. നല്ല ചിക്കൻ ബിരിയാണി. ഇതെന്താ സംഭവം? മസാലയാ? ഓക്കെ എന്നാ വര്. ഞാൻ ഒറ്റക്കല്ല. വേണ്ട ഇത് മതി ബിരിയാണി. ഇതാണ് നമ്മുടെ സാജൻ ബ്രോ. വൈഫ് പേരെന്തായിരുന്നു? ധന്യ. ഓക്കെ നല്ല എനിക്കിഷ്ടമായി ബിരിയാണി. ബിരിയാണി അങ്ങനെ വല്ലപ്പോഴേ കഴിക്കാറുള്ളൂ. പോകുന്നിടത്തുനിന്നൊക്കെ